ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1208 ദിവസമായ ഇന്ന് 2024 സെപ്റ്റംബർ മാസം 4 തീയതി ബുധനാഴ്ച. 1200 ആണ്ട് ചിങ്ങമാസം 19 തീയതി. ഗുരുവചനങ്ങളിലൂടെ അച്ഛനും അമ്മയും ആത്മസഖികളായി കഴിയുന്ന കൂട്ടുകാരും അടുത്ത സ്നേഹമുള്ള അയൽപ്പക്കക്കാരും അധികനാൾ കൂടെയുണ്ടാകാതെ എന്നും ജനിച്ചും മരിച്ചും പിരിഞ്ഞുപോയിക്കൊണ്ടേയിരിക്കും. ജീവിതത്തെ ധന്യമാക്കുന്ന കാര്യത്തിൽ അവനവൻ പ്രയത്നിച്ചെങ്കിലേ എന്തെങ്കിലും സാധ്യമാവൂ. ശ്രീനാരായണ ഗുരുദേവൻ ശിവശതകം. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ 366 മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ തനിയെ ഇരിപ്പതിന് തരമായി വരണം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. അച്ഛനും അമ്മയും ആത്മസഖികളായി കഴിയുന്ന കൂട്ടുകാരും അടുത്ത സ്നേഹമുള്ള അയൽപ്പക്കക്കാരും അധികനാൾ കൂടെയുണ്ടാകാതെ എന്നും ജനിച്ചും മരിച്ചും പിരിഞ്ഞുപോയിക്കൊണ്ടേയിരിക്കും. ജീവിതത്തെ ധന്യമാക്കുന്ന കാര്യത്തിൽ അവനവൻ പ്രയത്നിച്ചെങ്കിലേ എന്തെങ്കിലും സാധ്യമാവൂ. ഏതു നേരവും മൃതമായി പോകാവുന്ന ശരീരികളാണ് എല്ലാവരും. ഒരിക്കൽ ജനനമെടുത്തു വരികയും മറ്റൊരിക്കൽ ജഡദേഹം ഉപേക്ഷിച്ച് പിരിഞ്ഞു പോവുകയും ചെയ്യുന്ന ബന്ധുക്കൾക്ക് ഒരിക്കലും മറ്റൊരാളിൻ്റെ ജീവിതത്തിൽ സ്ഥിരമായ ധന്യത പകരുവാനാവുകയില്ല. അളവില്ലാത്ത ജലം നിറഞ്ഞുകിടക്കുന്ന സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവന് ദാഹമകറ്റുവാൻ ആ സമുദ്രജലം മതിയാവുകയില്ല. അതിന് ശുദ്ധജലം സ്വന്തമായി കരുതുക തന്നെ വേണം. അതുപോലെ ഈ ജീവിതത്തിൽ ആരെല്ലാം കൂട്ടിനുണ്ടെന്ന് കരുതിയാലും അവരൊക്കെ ഒരു നാളിൽ വേർപെട്ടു പോകുന്നവരാണ്. അതിനാൽ ബന്ധുക്കളുടെ ബലത്തിലുള്ള അഹന്ത ഉപേക്ഷിക്കണം. അവനവൻ്റെ ജീവിതത്തിന് ശ്രേയസ്സുണ്ടാകുവാൻ അവനവൻ തന്നെയാണ് പ്രയത്നിക്കേണ്ടത്. എൻ്റെ വിജയം മറ്റൊരാളിൻ്റെ കൈകളിലല്ല, അതെൻ്റെ കൈകളിൽ തന്നെയാണെന്ന ചിന്തയിലേക്ക് മനസ്സിനെ ഏകോപിപ്പിച്ച് കർമ്മനിരതനായാൽ ഉള്ളിലിരിക്കുന്ന സുഖം താനേ അഴിഞ്ഞു വരും. ആ സുഖത്തിൽ തനിയെ ഇരിപ്പതിന് തരമായി വരണം. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേഷ്.